ഈ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് മാങ്ങാ സീസണായ വിവരം ഞാൻ അറിയണത് കേട്ടോ. എന്തോരം ഐറ്റംസ് ആണില്ലേ മാങ്ങ വെച്ചിട്ട് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അങ്ങനെ ആലോചിക്കും എന്തോരം കഴിവുകളാണ് ഈ മനുഷ്യന്മാർക്ക്. അങ്ങനെ മാങ്ങ ചക്കയും വെച്ചിട്ട് ഞാൻ വല്ലാണ്ട് ഐറ്റംസുകളൊന്നും ട്രൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം അതിങ്ങനെ വയറും മനസ്സും നിറച്ച് തിന്നുമ്പോൾ എനിക്കൊരു റാഹത്ത് കിട്ടുള്ളൂ. പക്ഷേ ഈ സാധനം മാംഗോ സാഗോ അതിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാങ്ങ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഇഞ്ച് ബാക്കിയുള്ളൂ. അതിൽ ഒന്നെടുത്തിട്ട് ഞാൻ കട്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാഗോ സീഡ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ജെല്ലി, അത് ഫറലല്ല കറാഹത്താണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലല്ലോ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് ഐശ്വര്യമായിട്ട് പാലൊഴിച്ചിട്ട് പരിപാടി തുടങ്ങാം. നമുക്ക് പിന്നെ ക്വാണ്ടിറ്റി ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. മാംഗോ, സാഗോ സീഡ്, പിന്നെ കുറച്ച് ഐസ് ക്യൂബും, പിന്നെ അതേ തേങ്ങാപ്പാൽ ഞാൻ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് അത് കണ്ടില്ലേ, എനിക്ക് ക്ഷമ കുറവായതുകൊണ്ടോ കുറച്ച് ആക്രാന്തം കൂടുതലായതുകൊണ്ടോ അതിന് ക്ലിപ്പാണ് പൊട്ടിപ്പോകുന്നത്. പിന്നെ കത്തിയൊക്കെ എടുത്ത് ഉത്തി തുറന്ന് സാധനം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ആവശ്യം നമ്മുടേതായി പോയില്ലേ, അതും കുറച്ച് ആവശ്യത്തിന് മധുരത്തിന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ജെല്ലി അതിൻ്റെ അവസ്ഥ പറയട്ടിടും. എനിക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്നും വായിക്കാനുള്ള ക്ഷമ ഇല്ലാത്തതിനെ കൊണ്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനത് ഉണ്ടാക്കി. അത് അതിൻ്റെ ഐഡിയ വെച്ചിട്ട് സെറ്റായിപ്പോയി. അതിനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇതുണ്ടാക്കണ അവസാനത്തെ ആൾ ഞാനായിരിക്കണം. കുറച്ച് കാലം ഇത് തുടങ്ങിയിട്ട്. ഇനി ഉണ്ടാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊള്ളുക. മാങ്ങാ സീസൺ ഇവിടെ തീരാറായിരിക്കണു.